ഹലോ, ഇത് നമുക്ക് പൈനാപ്പിൾ കൊണ്ട് ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയാലോ. വെൽക്കം ടു മൈ വ്ളോഗ്. അത് നമ്മൾ പൈനാപ്പിൾ ഇങ്ങനെ റൗണ്ടായിട്ട് കട്ട് ചെയ്ത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾക്ക് അതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. എരിവ് എത്ര ഇഷ്ടമാണോ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് വേണം മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് ഞാനിവിടെ ചാട്ട് മസാലയാണ് യൂസ് ചെയ്യുന്നത്. വീട്ടിലുണ്ടാക്കിയ ചാട്ട് മസാല തന്നെയാണ് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. അതും ആവശ്യത്തിന്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ സ്പൂണിൽ തന്നെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പൈനാപ്പിളിൻ്റെ ഒരു സൈഡ് മാത്രമല്ല അങ്ങനെ ചെയ്യേണ്ടത്, തിരിച്ചിടുക. എന്നിട്ട് മറുഭാഗവും അതേപോലെ തന്നെ ഉപ്പും മുളകും എല്ലാ ചേരുവകളും നേരത്തെ ചേർത്തതുപോലെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ മുളക് പൊടി ഇടുന്നുണ്ട്, ഉപ്പിടുന്നുണ്ട്, ചാട്ട് മസാല ഇടുന്നുണ്ട്. ഞാൻ ഇതിനു മുമ്പ് വിചാരിച്ചത് പൈനാപ്പിൾ കൊണ്ട് ജ്യൂസ് അടിക്കാനും വെറുതെ കഴിക്കാനും പിന്നെ ഉപ്പിലിടാനും മാത്രമേ പറ്റുള്ളൂ എന്ന്. അല്ല, വേറെയും കുറേ വിഭവങ്ങളുണ്ട് എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത്. കോൺഫ്ലോർ നമ്മൾ നേരത്തെ ചേർത്ത പോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതെ, ഇതുപോലെ ആവും കേട്ടോ. ഇനി ഇത് അങ്ങനെ കഴിക്കുക എന്നുള്ളതല്ല പരിപാടി. ഇനിയൊരു പരിപാടിയും കൂടെ ഉണ്ട്. നമ്മൾ ഇത് എണ്ണയിൽ നന്നായിട്ട് ഫ്രൈ ചെയ്യാനാണ് പോകുന്നത്. ഇതിൻ്റെ പേരെന്താണെന്നറിയോ? അത് ഞാൻ ലാസ്റ്റ് പറയാം. അതിനായിട്ട് ഒരു പാനിൽ നന്നായിട്ട് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് ചൂടാക്കി ഈ പൈനാപ്പിൾ അതിലേക്ക് വെച്ച് കൊടുക്കുക. നന്നായിട്ടൊന്ന് വറുത്തെടുത്തതിന് ശേഷം നമ്മൾക്ക് കഴിക്കാവുന്നതാണ്. ഇതിൻ്റെ പേരാണ് പൈനാപ്പിൾ BBQ. അടുത്തൊരു റെസിപ്പി ആയിട്ട് വരുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് മസ്റ്റായിട്ട് ലൈക്ക് ചെയ്യുക. ബൈ.